2005 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വൈകുന്നേരം ഏകദേശം ഒരു 4:30-4:45 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത്. എൻ്റെ ഇടത് കാല് മുട്ടിനെ താഴെ വെച്ച് ആംപ്യൂട്ട് ചെയ്യുന്നത് അത് ഞാൻ തന്നെയായിരുന്നു ഓപ്റ്റ് ചെയ്യുന്നത്. ആംപ്യൂട്ടേഷൻ ഓപ്റ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ജീവിക്കണമായിരുന്നു. എൻ്റെ പഠിത്തം, എൻ്റെ ജോലി, എൻ്റെ ബാക്കിയുള്ള ലൈഫ് ഇതൊക്കെ എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ എവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്താണ് വിചാരിക്കുക, എന്നെ പറ്റി എന്ത് കാര്യം, അതായിരുന്നു എൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പേപ്പർ വന്ന് നിന്നാൽ പോലും, പേപ്പർ കിടഞ്ഞാൽ പോലും ഐ ക്യാൻ ഫീൽ. അതാണ് നമ്മൾ ആ ഒരു അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്ന ഒരു ഇതാണ്. ആ ബോഡി, നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത്. എന്തായാലും ആ വേദന ഞാൻ സഹിക്കണം. അതൊരു 3 ദിവസം കൊണ്ട് ശരിയാക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ശരിയാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. 2015 ഐ സ്റ്റാർട്ടഡ് റണ്ണിങ് മാരത്തോൺ. പക്ഷേ 2017 ഞാൻ കേരളത്തിലെ ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ ആയത്. സ്റ്റിൽ ഐ ആം ദ വൺ ആൻഡ് ഓൺലി ബ്ലേഡ് റണ്ണർ ഫ്രം കേരള. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിലെ ആദ്യത്തെ ബ്ലേഡ് റണ്ണറായ സജേഷ് കൃഷ്ണയാണ്. നമസ്കാരം. ഹായ്, നമസ്കാരം. 2005 എന്ന് പറയുന്ന ഒരു വർഷം, എല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ ഒരു കോളേജ് ലൈഫൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങുന്ന ഒരു പ്രായം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടക്കുന്നു. അപ്പം ആ ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ആ ഒരു നിമിഷത്തെ, ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? 2005 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വൈകുന്നേരം ഏകദേശം ഒരു 4:30-4:45 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ബൈക്കിൽ പയ്യന്നൂർ ടൗണിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവുകയായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒരു നല്ലൊരു ടേണിംഗ് ഉണ്ടായിരുന്നു. ആ ടേണിങ്ങിൽ കരിങ്കുഴി എന്നായിരുന്നു അതിൻ്റെ പേര്. ഓപ്പോസിറ്റ് സൈഡ് വന്ന ഒരു ലോറി, അവർ കൺട്രോൾ തെറ്റിയിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡയറക്റ്റ് വന്ന് വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ റോഡിൻ്റെ റൈറ്റ് സൈഡിന് ബൈക്ക് കൊണ്ട് നിർത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കാല് താഴെ ടച്ച് ചെയ്തില്ല. ആ സ്പോട്ടിൽ ആ ലോറിയുടെ ഹെവി ലോഡ് ടിപ്പർ ലോറി ആയിരുന്നു, അതിൻ്റെ ഫ്രണ്ട് വീല് എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അതായിരുന്നു ആക്സിഡൻറ്റ്. വേറെ മുറിവുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് തന്നെ ഒരു മേജർ മുറിവായിരുന്നു. അവിടെയുള്ള ബോണൊക്കെ ഫുള്ളി ക്രഷ്ഡ് ആയ പോലെ ആയിരുന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് നേരെ മംഗലാപുരം ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 5 to 6 months ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഒരു 4-5 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എൻ്റെ ഇടത് കാല് മുട്ടിനെ താഴെ വെച്ച് ആംപ്യൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ തന്നെയായിരുന്നു ഓപ്റ്റ് ചെയ്യുന്നത്. ആംപ്യൂട്ടേഷൻ ഓപ്റ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. കാരണം ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഓൾമോസ്റ്റ് ഒരു 16 സർജറീസ് എൻ്റെ കാലിൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ബോൺ ഗ്രാഫ്റ്റിംഗ്, സ്കിൻ ഗ്രാഫ്റ്റിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് വയർ ഫിക്സേഷൻ അങ്ങനെയൊക്കെ കുറേ സർജറീസ് ഉണ്ടായിരുന്നു. ദേ ട്രൈഡ് എ ലോട്ട്. അവർ എൻ്റെ കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് 18 വയസ്സാണ് എൻ്റെ പ്രായം. അപ്പോൾ അത്രയും ആ ഒരു ഏജിൽ ആയതുകൊണ്ട് അവരെൻ്റെ കാല് സേവ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ റിയാലിറ്റി വേറൊന്നായിരുന്നു. അതായത് ആ കാല് വെച്ച് പിന്നീട് നടക്കാൻ വേണ്ടി പറ്റില്ല എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം വന്നു. കാരണം അത് തന്നെ ആ ഒരു ദിവസം, ആംപ്യൂട്ടേഷൻ ഓപ്റ്റ് ചെയ്യുന്ന ദിവസം, അതെനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അന്നൊരു ദിവസം വൈകുന്നേരം അവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള 3-4 ഡോക്ടേഴ്സ് വന്നു. നമ്മുടെ ഒരു ചെക്കപ്പ് ആയിരുന്നു. ആ ചെക്കപ്പിൻ്റെ സമയത്ത് 3-4 ഡോക്ടേഴ്സ് വന്നു. അവർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, കാലിൻ്റെ പാദത്തിൻ്റെ പാതി വെച്ച് നമുക്ക് ആംപ്യൂട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഞാൻ ഒറ്റൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, അത് കഴിഞ്ഞാൽ ക്യാൻ ഐ വാക്ക് ഓർ നോട്ട്? കാരണം ഒരു 5 മാസമായിട്ട് ഒരു ബെഡിൽ തന്നെയാണ് എൻ്റെ ലൈഫ്. ആ ഒരു ബെഡിൽ കാലിന് ചുറ്റും നമ്മുടെ റിങ്ങൊക്കെ വെച്ച്, നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത് പോലെ ഗ്രില്ലിലൊക്കെ അതിൻ്റെ അകത്തായിരുന്നു എൻ്റെ കാലുണ്ടായിരുന്നത്. സത്യം, അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ നമുക്ക് തമാശയായിട്ട് കാണുന്നതാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഒന്ന് തിരിയാനോ മറിയാനോ പറ്റാണ്ട്, ഈവൻ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ബെഡിൽ നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, അതാണ് ഞാൻ ക്യാൻ ഐ വാക്ക് ഓർ നോട്ട്. അപ്പോൾ അവർ തന്ന റിപ്ലൈ ഇതായിരുന്നു, നടക്കാൻ പറ്റിയേക്കാം, പക്ഷെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇനി അഥവാ നടക്കാൻ പറ്റിയാൽ തന്നെ ലൈഫ് ടൈം യു ഹാവ് ടു യൂസ് ഐദർ ക്രച്ചസ് അല്ലെങ്കിൽ ഒരു വാക്ക്. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു വടിയെങ്കിലും വേണ്ടി വരും. അതായിരുന്നു. അപ്പം ഞാൻ ആ ഒരു 5 മാസം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ, ചിലപ്പോൾ നമ്മുടെ കാല് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരാം. അപ്പോൾ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് ഐ വാസ് വെൽ പ്രിപ്പയർഡ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ആംപ്യൂട്ടേഷൻ ചെയ്യാം. കാരണം ആംപ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കാം. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആംപ്യൂട്ടേഷൻ ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഫ്രൈഡേ ആയിരുന്നു. അതിലും ഒരു തമാശയായിട്ട് നമുക്ക് പറയാം. ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ഓക്കെ വി വിൽ ഡു ദ ഓപ്പറേഷൻ ഓർ സർജറി ഇൻ
നെക്സ്റ്റ് മൺഡേ, കമ്മിങ് മൺഡേ. അപ്പം ഞാൻ ഡോക്ടേഴ്സ് ഏതായാലും നമ്മൾ ആംപ്യൂട്ടേഷന് തീരുമാനിച്ചു, പിന്നെ എന്തിനാ മൺഡേ വരെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഐ നീഡ് ദ സർജറി ഓൺ ടുമോറോ, സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ അവർ കുറച്ച് നേരം ആലോചിച്ച് അവർ എഗ്രി ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആംപ്യൂട്ടേഷനിലേക്ക് എത്തുന്നതും. ദാറ്റ്സ് ഹൗ ഐ ബിക്കേം ആൻ ആംപ്യൂട്ടി. ഇപ്പം ഈ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷെ ആ 18 വയസ്സുകാരൻ ഈ ഒരു മാനസിക ശക്തി നേടുക, എന്താ പറയുക, മെന്റലി പവർ ആയിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ഒരു പവർ നേടി, ഇതൊരു സൂപ്പർ പവർ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നത്, അതോ സ്വയം ഉള്ളിലൊരു ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയായിരുന്നു? ഇല്ല, ഞാൻ അതിന് ശേഷം ഞാൻ നേരിട്ട ഒരു മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എങ്ങനെയാണ് ഇത്രയും മാനസികമായിട്ട് ഇത്രയും ഒരു ശക്തി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, നമ്മൾ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്താ പറയുക, നമ്മളുടെ ഉള്ളിലത്തെ ശക്തികൾ നമ്മൾ തിരിച്ചറിയുന്നതും ആ സാഹചര്യങ്ങളും ആ സ്ട്രഗിൾസും തന്നെയാണ് നമ്മളെ വേറൊരു മനുഷ്യനാക്കി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ 5 മാസം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 5 മാസം ആ ഒരു ബെഡിൽ കിടക്കുക എന്നത് നമ്മളിപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു 2-3 ഇയേഴ്സ് ബാക്ക് കോവിഡിൻ്റെ സമയത്ത് ക്വാറന്റൈൻ കിടക്കുക, അല്ലെങ്കിൽ ഹൗസ് ക്വാറന്റൈൻ, റൂം ക്വാറന്റൈൻ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ എത്രമാത്രം സഫോക്കേറ്റഡ് ആയിരുന്നു ഒരു റൂമിനകത്ത്. ആ ക്വാറന്റൈൻ കിടന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മളൊരു റൂമിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 6 മാസം അല്ലെങ്കിൽ 5 മാസം ആ ഒരു ബെഡിൽ മാത്രം കിടക്കുന്ന ആ സമയത്ത് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന പലവിധ തോട്ട്സുകളുണ്ട്. മീൻസ് ആസ് എ ഹ്യൂമൻ ബീയിങ് എൻ്റെ ഉള്ളിലും ഒരുപാട് കോംപ്ലക്സുകളും ഒരുപാട് ഫ്രസ്ട്രേഷൻസും എല്ലാം ഉള്ള ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എൻ്റെ ആ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള മീൻസ് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് നമ്മുടെ നോർമൽ കാലം എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെയൊക്കെ തന്നെ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത്. പക്ഷെ അത് വെച്ച് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മളത് ക്യാരി ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സുകൾ, പിന്നെ അതിന് ശേഷം നടക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ റിസർച്ച് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യം. സോ ദാറ്റ് ഇറ്റ് സെൽഫ് മേക്ക് മീ സ്ട്രോങ്ങർ, അങ്ങനെ തന്നെ പറയാം. കാരണം ആ സ്ട്രഗിൾസിലൂടെ കടന്നു പോയത്, ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതൊക്കെയാണ് എന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഉള്ളിൽ എവിടെയോ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു മാനസിക സ്ട്രെങ്ത്. അത് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. വൺസ് വി ഫേസ് സച്ച് സിറ്റുവേഷൻ, പിന്നെ നമുക്ക് ഏത് സാഹചര്യങ്ങളും സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഞാനിപ്പോഴും ബിലീവ് ചെയ്യുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ മുന്നിൽ എൻ്റെ ലൈഫ് ഉണ്ട്. കാരണം നമ്മുടെ കുറേ ആൾക്കാരൊക്കെ ചിന്തിക്കുക എൻ്റെ ലൈഫ് മൊത്തത്തിൽ തകർന്നു പോയി. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആദ്യത്തെ ഒരു ഇതിൽ. പക്ഷേ എനിക്ക് ജീവിക്കണമായിരുന്നു. എൻ്റെ പഠിത്തം, എൻ്റെ ജോലി, എൻ്റെ ബാക്കിയുള്ള ലൈഫ്, ഇതൊക്കെ എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ പാരൻസ്, ഞാൻ പോലും അറിയാണ്ട് എൻ്റെ സൈഡിലിരുന്ന് എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വിഷമിക്കുന്ന പാരൻസ്, അവരൊക്കെയാണ് ഞാൻ എല്ലാ ഡെയിലി ഫേസ് ചെയ്യുന്നത്. അതാണ്. അപ്പം ആ ഒരു സാഹചര്യം തന്നെയാണ് എന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു സ്ട്രോങ്ങർ മാനാക്കി മാറ്റിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ഫ്രസ്ട്രേഷനൊക്കെ എങ്ങനെയാണ് വെൻഡ് ഔട്ട് ചെയ്തത്? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിപ്പം മാതാപിതാക്കളായിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, അയൽവക്കം ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ സ്നേഹം കൊണ്ടാണ് ഒരു എമ്പതിക്ക് അപ്പുറത്തേക്ക് ഒരു സിമ്പതിയായി മാറുന്ന കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് കൈകാര്യം ചെയ്തത്? ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അവരുടെ കെയർ തന്നെ ആയിരിക്കാം. പക്ഷേ ആ ഒരു സിമ്പതി, അവരുടെ സ്നേഹം കൊണ്ടുള്ള സിമ്പതി എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ഏറ്റവും ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര സഫോക്കേഷനായിരുന്നു. കാരണം അത്രയും ദിവസം എന്നോട് എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്തത് അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അപ്രോച്ച്. മീൻസ് ആഫ്റ്റർ ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവരുടെ ഒക്കെ ആ ഒരു സിമ്പതി, അല്ലെങ്കിൽ നീ അത് മുമ്പേ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഇവൻ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ വേറെ ഒരു ചോദ്യങ്ങളും ചോദിക്കാത്ത ഒരാൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് നീ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, എനിക്കത്ര ഭയങ്കരമായ സഫോക്കേഷൻ. ദെൻ അത് നമുക്ക് അവരോടൊരു ദേഷ്യമായിട്ട് മാറും. എൻ്റെ ഉള്ളിൽ അതൊരു ഫ്രസ്ട്രേഷൻ ആവും, കോംപ്ലക്സുകളാവും. ഈവൻ ആദ്യത്തെ ഞാൻ നോർമൽ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് നടക്കാൻ തുടങ്ങി, ആംപ്യൂട്ടേഷൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് നടക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ കോംപ്ലക്സ് ഇതായിരുന്നു. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ലിംബിൻ്റെ
എൻഡ് എവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പം അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്താണ് വിചാരിക്കുക, എന്നെ പറ്റി എന്ത് കരുതുക, അതായിരുന്നു എൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഓൾവേസ് ക്യാരി എ ബാഗ് വെൻ ഐ വാസ് ട്രാവലിംഗ്, വെൻ ഐ വാസ് സിറ്റിംഗ്. ഞാൻ എന്താ ചെയ്യാന്ന് വെൻ ഐ വാസ് സിറ്റിംഗ് ഞാൻ ആ ബാഗ് എടുത്ത് എൻ്റെ ലാപ്പിൽ അവിടെ വെക്കും. അപ്പം ഈ ഒരു സാധനം കവേർഡായി. സോ ഐ ഫീൽ കംഫർട്ടബിൾ. അതായിരുന്നു. ബട്ട് എത്ര കാലം ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര കാലം ഞാൻ ഹൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഐ റിയലൈസ് എന്താ പറയുക, ഞാൻ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഒരു ആംപ്യൂട്ടി ആണ്, എൻ്റെ ഒരു കാലം എൻ്റെ ലൈഫിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. ഞാനത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റുകയും ചെയ്യുള്ളൂ. ഏതാണ് ഞാനൊരു ആംപ്യൂട്ടി ആണ്, ബട്ട് ഐ ഡോണ്ട് നീഡ് എനി സപ്പോർട്ട്. ഇൻ ദ സെൻസ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിന് ഞാൻ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, വേറൊരാൾ വിചാരിച്ചാൽ അതിന് പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസും കോംപ്ലക്സുകളും ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കുറച്ച് നാളത്തെ ലൈഫ് ജേണി, ആ ഒരു എന്താ പറയുക, ഫ്രം ബീയിങ് എ നോർമൽ ടു ബീയിങ് എ ഡിസേബിൾഡ്, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ ഒരു ആംപ്യൂട്ടി ആയിട്ടുള്ള ഒരു മനുഷ്യനിലേക്ക് വന്ന് ആ ഒരു ജേണി തന്നെയാണ് എന്താ പറയുക ഇങ്ങനെയുള്ള കോംപ്ലക്സുകളും ഫ്രസ്ട്രേഷൻസും എല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രാപ്തനാക്കിയത്. 5 മാസം ആശുപത്രിയിൽ തന്നെയായിരുന്നു. അവിടുന്ന് തിരിച്ച് കോളേജിലേക്ക് വരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടല്ലോ ആക്സിഡൻറ്റിൽ, അദ്ദേഹം ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതുപോലെ തന്നെ കോളേജിലേക്ക് വരുന്ന സമയത്ത് സുഹൃത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറിയത്? ഈ ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുക ആ സമയങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. ബട്ട് ഇന്നവനില്ല. എൻ്റെ ആക്സിഡൻറ്റിൻ്റെ സമയത്തല്ല, അതിന് ശേഷം ഉണ്ടായ നമുക്ക് കട്ട് ചെയ്യാം. നോ പ്രോബ്ലം. അപ്പോൾ ആക്സിഡൻറ്റിൽ അവന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് പിന്നീട് അവൻ ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്കൊക്കെ പോയ സമയത്ത് അവന് എന്താ പറയുക ചിക്കൻ ബോക്സ് വരികയും അതിൽ നിന്ന് അവൻ്റെ ലിവറിന് അത് എഫക്റ്റ് ചെയ്യുകയും അങ്ങനെ അവൻ മരണപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ആ സമയത്ത് ബട്ട് എനിക്ക് ഏറ്റവും ഞാൻ നടന്ന് തുടങ്ങിയ സമയങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഇത് വന്ന് ഹി വാസ് വിത്ത് മീ ഓൾവേസ്, എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവുമായിരുന്നു അവൻ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം അത് തന്നെയാണ്, ഞാനൊരു മാരത്തൺ റണ്ണർ ആയ സമയത്ത് ഹി വാസ് നോട്ട് ദെയർ. സോറി. അതുപോലെ തന്നെ കോളേജിലെ സുഹൃത്തുക്കളുണ്ടല്ലോ, കോളേജിൽ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്തു? എപ്പോഴും അച്ഛനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആയിരുന്നോ കോളേജിൽ കൊണ്ടുവിട്ടൊക്കെ ഇരുന്നത്? ഞാൻ പറഞ്ഞല്ലോ 5 മാസത്തോളം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഈ 5 മാസം ഹോസ്പിറ്റലൈസ് ആയിരുന്ന സമയത്ത് എൻ്റെ ഇൻറ്റേർണൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. പക്ഷേ 5 മാസത്തെ ആ ഒരു ഹോസ്പിറ്റൽ വാസം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വന്ന സമയത്ത് പിന്നീട് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഒരു വർഷം നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞ് ആംപ്യൂട്ടേഷൻ്റെ സർജറി കഴിഞ്ഞ് കാല് മുറിച്ച് മാറ്റി ആ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു 3 ദിവസത്തിന് ശേഷം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് വാങ്ങുകയും തൊട്ടടുത്ത ദിവസം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ ഡേയ്സിൽ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ അച്ഛൻ എന്നെ വണ്ടിയിൽ കോളേജിൽ കൊണ്ടുചെന്നാക്കും. ഞാനൊരു ക്രച്ചസിൽ വെച്ചിട്ട് ഓക്സിലറി ക്രച്ചസ് വെച്ച് നടന്ന് കോളേജിൽ പോവും. ഒരു 1 വീക്ക് അങ്ങനെയായിരുന്നു പോയത്. ആ 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും സ്റ്റിച്ച് റിമൂവ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തതിന് ശേഷം ദെൻ കോളേജ് ബസ്സിലോട്ട് മാറി യാത്ര. ബട്ട് ഫസ്റ്റ് 3 months ഞാൻ ക്രച്ചസ് തന്നെയായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് 2nd ഫ്ലോറിലായിരുന്നു. സോ ക്രച്ചസിൽ പോകുമ്പോൾ അവർ തന്നെയായിരുന്നു എന്നെ കൂട്ടി ക്ലാസ്സിൽ കൊണ്ടുവന്നു. ഈവൻ ലഞ്ച് ടൈമിൽ ക്യാൻറ്റീനിൽ ഫുഡ് എടുത്ത് കാരണം ഞാൻ താഴേക്ക് ചില സമയങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല എങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ ടൈമിലൊക്കെ അവർ ലഞ്ച് എൻ്റെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുതരും. അങ്ങനെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്സും കോളേജിൽ നിന്നാണെങ്കിലും കോളേജ് മാനേജ്മെൻറ്റ് അധ്യാപകരുടെ എടുക്കുന്നതാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എടുക്കുന്നതാണെങ്കിലും ആ ഒരു റിക്കവറി സ്റ്റേജിൽ അതൊക്കെ തന്നെയാണ് എന്നെ ആ ഒരു റിക്കവറിക്ക് അത്രയും സ്പീഡി റിക്കവറിക്ക് സഹായിച്ചത്. കാരണം ഇപ്പോഴും ഞാൻ അത് നല്ല സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത്. ദേ നെവർ ട്രീറ്റഡ് മീ ആസ് എൻ ആംപ്യൂട്ടി ഓർ ദേ നെവർ ട്രീറ്റഡ് മീ ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ.
അവർ മുമ്പേ എങ്ങനെയായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് എന്നെ ട്രീറ്റ് ചെയ്തതും. ഇപ്പോഴും അവരിൽ മിക്കവാറും ആൾക്കാർ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ തന്നെയാണെങ്കിലും സ്ക്രെച്ചസിന്റെ സഹായത്തോടു കൂടിയൊക്കെ നടന്നു പോകുമല്ലോ. അപ്പം ആളുകളുടെ ചോദ്യമൊക്കെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നത് ശരിക്കും ക്രച്ചസിലാണ്. മീൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഞാനൊരു 4 മാസം ഹോസ്പിറ്റലിൽ വാസം. അതിന് മുന്നേ അതുവരെ എന്നെ കണ്ടിരുന്ന 2 കാലം നടക്കുന്ന ഒരു കുട്ടിയായിട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ വരുന്നത് ക്രച്ചസിലായിരുന്നു കാലം നഷ്ടപ്പെട്ടതിന് ശേഷം. ബട്ട് ഈ ഒരു 3 മാസം കഴിഞ്ഞ്, ആംപ്യൂട്ടേഷൻ കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ആർട്ടിഫിഷ്യൽ ലിംബ് സെറ്റ് ചെയ്ത്. അപ്പോൾ ആ ലിംബ് സെറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സമയം, അത് ഞാൻ വന്ന് ഇറങ്ങുന്നത് പണ്ട് എങ്ങനെയായിരുന്നു 2 കാലിൽ നടന്നിറങ്ങുന്നത് പോലെ. സോ അന്ന് അവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നാട്ടുകാർ അവരെല്ലാവരും വന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു ഏലിയനെ കാണുന്നത് പോലെയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആണ്, ഇതെങ്ങനെയാണ്, ഇതെന്താണ് സാധനം, ഇതെങ്ങനെയാണ് ഇവൻ നടക്കുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ എപ്പോഴും എന്താ പറയുക, ഞാൻ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടിയൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഞാൻ നമ്മൾ കേൾവികൾ കുറേ ഉണ്ടല്ലോ, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അങ്ങനെയൊന്നും അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ഒരു വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരു ടൈറ്റായിട്ടൊരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട്, അതായിരുന്നു എനിക്ക് ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ. ബട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊക്കെ ഓക്കെ ആയി. അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ. പിന്നീട് നടന്ന് തുടങ്ങുമ്പോഴും, ഞാൻ കോളേജിലേക്കൊക്കെ നടന്ന് പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത്, അത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോകുന്ന സമയത്തൊക്കെ എൻ്റെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഞാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോഴും എന്നോട് നിർത്തിയിട്ടൊക്കെ ചോദിക്കും, ഞാൻ കൊണ്ടുചെന്നാക്കാം, ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുചെന്നാക്കാം. പക്ഷെ ഞാൻ സ്നേഹപൂർവ്വം തന്നെ അത് വേണ്ട, ഞാൻ നടന്നോളാം എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെയും കൂടെ ബോധ്യപ്പെടുത്തണം. സോ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സ്ഥിരമായിട്ട് അത് തന്നെയാണ് ഞാൻ നടന്നു പോകുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ യാത്ര സൈക്കിളിലോട്ട് മാറ്റി. സൈക്കിൾ ഞാൻ പഠിച്ചു, മീൻസ് മുമ്പേ അറിയാമായിരുന്നു, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് സൈക്കിളിലോട്ട് മാറ്റി. അല്ലെങ്കിൽ പിന്നീട് നടന്നു പോകുമ്പോൾ എൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് വരുന്ന ആൾക്കാർ പോലും എന്നോട് ചോദിക്കാതായി, നീ നടക്കുകയല്ലേ, ഞങ്ങൾ പൊക്കോളാം. അല്ലെങ്കിൽ ഒരു നോർമൽ ആളിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നുമുണ്ട്. കാരണം അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, അത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അത് അവരെന്നെ ഹൗ ദ പീപ്പിൾ ഷുഡ് ട്രീറ്റ് മീ, അതാണ് എൻ്റെ സെൽഫ് എന്ന് പറയുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഉണ്ടാക്കിയെടുത്തതിൽ ഞാൻ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കാൻ വേണ്ടി എന്താണ് ബാംഗ്ലൂർ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചിലവ് എത്രത്തോളം വരും? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ലിംബ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 20 to 25,000 മുതൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെയും അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏകദേശം ഒരു 6 to 7 lakh വരെ ബിലോനി ആംപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആൾക്ക്, മുട്ടിന് താഴെയുള്ളവർക്ക് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഞാൻ ഇതാക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് എങ്ങനെ എനിക്ക് നന്നായിട്ട് നടക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ പൂർണ്ണമായിട്ട് റിസർച്ച് ആയിരുന്നു ആ സമയത്ത്. അപ്പം നമുക്ക് അന്ന് ഈ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ആ ഫെസിലിറ്റി വെച്ച് ഇത് റിസർച്ച് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലിംബിനെ പറ്റി അറിയുന്നത്. എൻഡോലൈറ്റ് എന്നായിരുന്നു ബ്രാൻഡിൻ്റെ പേര്. അത് ആ സമയത്ത് ഇന്ത്യയിൽ ഒരു 5 or 6 മെട്രോ സിറ്റീസിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയത്. അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മൊത്തം ഡൽഹിയിലായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങളോട് പറഞ്ഞത് ബാംഗ്ലൂർ അവരുടെ ഒരു സെൻറ്റർ ഉണ്ട്, ബീങ് എ സൗത്ത് ഇന്ത്യൻ ഞങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ അതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് ബാംഗ്ലൂരിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ പോകുന്നു, അവിടെ നിന്നാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു 6 to 7 lakh വരെയൊക്കെയാണ് ഇതിന്. കമ്പനി തരുന്ന വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് 2 years ആണ്. 2 yearsനുള്ളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ റീപ്ലേസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 2 yearsനുള്ളിൽ ഒന്നും സംഭവിക്കില്ല. അവരുടെ ആ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി പീരീഡ് എന്താണോ അതിന് ശേഷമായിരിക്കും നമുക്ക് ഇതിനെല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഒരു 3 to 4 years മാക്സിമം, അതിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്സുകളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഒന്നിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല, ഓരോ പാർട്സുകൾ. അപ്പോൾ നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു once in a 2 year we have to spend around 2 lakhs or 2.5 lakh. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് എന്തായാലും ഇതിന് എക്സ്പെൻസ് വരും. ഇതിന് 20,000 വെക്കുമ്പോൾ ആണ്
നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മൾ കേൾവി എന്നൊക്കെ പറഞ്ഞ പെയിൻഫുൾ ആയിരിക്കും, നടക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരേ ഒരു മാൻമെയ്ഡ് സാധനം മാത്രമേ ഉള്ളൂ. മാൻമെയ്ഡ് സാധനം എന്ന് പറയുന്നത് സോക്കറ്റാണ്, നമ്മുടെ കാലിൻ്റെ റിമൈനിങ് പോർഷൻ, അതിന് പറയുന്നത് സ്റ്റെമ്പ് എന്നാണ്. ഈ സ്റ്റെമ്പ് ഇറക്കി വെക്കുന്ന സോക്കറ്റ് മാത്രമാണ് നമ്മുടെ ഒരു മോൾഡ് ഉണ്ടാക്കുന്നത്. അപ്പം അത് എത്രത്തോളം പെർഫെക്റ്റ് ആണോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ വാക്കിംഗ് എന്ന് പറയുന്നത്, അത്രത്തോളം പെയിൻ ഫ്രീ ആയിരിക്കും നമ്മുടെ വാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആംപ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ചെറിയ ഡിസ്കംഫർട്ടുകളൊക്കെ അവിടേക്ക് ഉണ്ടാവും. അതാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര നാളെടുത്തു ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാവുകയാണല്ലോ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര സമയം എടുത്തിട്ടുണ്ട് ഇതിനോട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്? ഞാൻ അവിടുന്ന് ഇനീഷ്യലി ഇത് സെറ്റ് ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് യു ക്യാൻ യൂസ് ഇറ്റ് 6 to 7 hours per day. പക്ഷെ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. സോ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 12 hours അതിൽ കൂടുതലൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ടൈമിൽ യൂസ് ചെയ്തത്. അപ്പം അത് ഇനീഷ്യൽ ടൈമിൽ ചെറിയ ഇറിറ്റേഷൻസും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടൈറ്റായിട്ടുള്ള ഷൂ ഇട്ടിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. നമ്മൾ എത്രത്തോളം ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ ആയിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ. ബട്ട് പയ്യെ ഒരു 3 മാസം 2-3 മാസം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് മൈ ബോഡി. എൻ്റെ കാലം എങ്ങനെയാണോ അതുപോലെ നമ്മളിപ്പോൾ ഇത് തികച്ചും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ ബോഡീനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളൊരു സ്പർശനം ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പേപ്പർ വന്ന് നിന്നാൽ പോലും, പേപ്പർ കിണിഞ്ഞാൽ പോലും ഐ ക്യാൻ ഫീൽ. അതാണ് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്ന ഒരു ഇതാണ് ആ ബോഡി, നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത്. സോ ഐ ക്യാൻ റൈഡ് ബൈക്ക്, ഐ ക്യാൻ റൈഡ് സൈക്കിൾ, ഐ ക്യാൻ റൈഡ് കാർ, എവ്രിതിങ് വിത്തൗട്ട് എനി ആൾട്ടറേഷൻ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിന് ഇതായിട്ട് പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല, ഇതിന് നമ്മുടെ ആങ്കിൾ മൂവ്മെൻ്റ് ഇല്ല. കാരണം ഐ ആം എ ലെഫ്റ്റ് ബിലോനി ആംപ്യൂട്ടി. ഫോർ റൈഡിങ് എ ബൈക്ക് വി ഹാവ് ടു ചേഞ്ച് ദ ഗിയർ, അത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് അത്യധികം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് എ വേ. ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി ചെറിയ തട്ടലോ മുട്ടലോ വീഴലോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ ബാധിക്കുമോ, ഈ ആർട്ടിഫിഷ്യൽ ലിംബിനെ ബാധിക്കുമോ? ഉറപ്പായിട്ടും. നമ്മൾ എന്താ പറയുക, ഇതൊരു കാർബൺ ഫൈബറാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അത് ലൈറ്റ് വെയിറ്റ് ആണ്, ബട്ട് സ്ട്രോങ് ആണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ ഇയേഴ്സ് ഓഫ് യൂസ് കഴിയുമ്പോൾ വെയർ ആൻഡ് ടയർ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി അത് പൊട്ടും. അതിപ്പോൾ ചില സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും തട്ടുന്ന സമയത്ത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് അതിന് ഡാമേജസ് സംഭവിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ മാൻമെയ്ഡ് സാധനമാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് ഇത് റിമൂവ് ചെയ്ത് വെക്കുന്നത്. ഇത് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടി അങ്ങ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ വീഴ്ച എങ്ങനെയാണോ, ആ വീഴ്ചയുടെ ആഘാതത്തിനനുസരിച്ച് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാം. പൊട്ടിക്കഴിഞ്ഞാൽ ആ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വകുപ്പില്ല, നേരെ സെൻറ്ററിലേക്ക് പോകുക, അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ കൊണ്ട് വേറെ രക്ഷയില്ല. സോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇത്രയും പൈസ കൊടുത്ത് ഇതാക്കുന്ന നമ്മളൊരു സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നടന്ന് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ 6 മാസം മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായല്ലോ ജീവിതത്തിൽ. ഈ ഒരു ആദ്യത്തെ അതേ അവസ്ഥ തന്നെ ഈ രണ്ടാമത്തെ ആക്സിഡന്റ് സമയത്തും ഓർമ്മയിലേക്ക് വന്നിരുന്നോ? എക്സാക്ട്ലി ആഫ്റ്റർ 20 years. എൻ്റെ ഫസ്റ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് എക്സാക്ട്ലി ആഫ്റ്റർ 20 years. മീൻസ് ഏപ്രിൽ 7-ാം തീയതിയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്, 2005. ദെൻ 2025 മാർച്ച് 10-നാണ് എനിക്ക് രണ്ടാമത്തെ ആക്സിഡൻറ്റ് പറ്റുന്നത്. രണ്ടാമത്തെ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ബൈക്ക്, അവൻ കുറച്ച് ധൃതി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ വന്ന് ഡയറക്റ്റ് തന്നെ ഇടിക്കുകയായിരുന്നു ചെയ്തത്. ഇടി വന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡായിരുന്നു. സോ സെയിം ലെഗിൻ്റെ ഹിപ്പിന് ബോണിന് ഫ്രാക്ചർ വന്നു, ലെഫ്റ്റ് റിസ്റ്റിനും ഫ്രാക്ചർ വന്നു. 2 സ്ഥലത്തും സർജറി ചെയ്തു. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും എന്താ നോക്കുന്ന, എക്സ്പീരിയൻസ് അല്ലേ. സോ ഐ ആം വെൽ എക്സ്പീരിയൻസ്ഡ് ബിക്കോസ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് നടന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഓവർ പാനിക്കൊന്നും ആയിരുന്നില്ല. ബട്ട് എന്താ പറയുക, ആ ഒരു ലഗ്നം തന്നെ ആയതുകൊണ്ട് ഐ വാസ് ക്യൂരിയസ് അബൌട്ട് ഇതെൻ്റെ വാക്കിങ്ങിനെ ബാധിക്കും, എൻ്റെ ബാക്കിയുള്ള ലൈഫിനെ ബാധിക്കുക എന്നുള്ളൊരു ഇനീഷ്യൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് വെൻ ഐ റീച്ച് ദ ഹോസ്പിറ്റൽ ആൻഡ് എക്സ്റേ ഒക്കെ എടുത്ത് ഇതെല്ലാം നോക്കിയ സമയത്ത് ചെറിയ ഫ്രാക്ചറാണ്, ബട്ട് വി നീഡ് ടു ഡു ദ സർജറി ചെയ്തണം. അപ്പോൾ ആ ഒരു ഡോക്ടേഴ്സിൻ്റെ അടുക്കുന്ന
ആ ഒരു ഇത് കിട്ടിയ സമയത്ത് ഐ വാസ് ഓക്കെ, കുഴപ്പമില്ല. തൊട്ടടുത്ത ദിവസം തന്നെ സർജറി ആൻഡ് വിത്തിൻ എ വീക്ക്, നോട്ട് വിത്തിൻ എ വീക്ക്, ഒരു 5 ഡേയ്സിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഒരു 1 വീക്ക് 16th ഞാൻ ഡിസ്ചാർജ് ആവുന്നു. ആൻഡ് അഗെയിൻ വിത്തിൻ എ മന്ത് ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഒരു നോർമലി നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ആയി, നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ശരിയാക്കണം എന്നൊക്കെ. ഈ ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലത്തെ ഇത് അവിടെ ഒരു മാസം നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ് ആവും, റിജിഡ് ആവും മസിൽസൊക്കെ. പിന്നെ അത് നമ്മൾ റിലാക്സ് ചെയ്തെടുക്കും. അതിനിപ്പം പയ്യെ ചെയ്താലും സ്പീഡായിട്ട് ചെയ്താലും ആ ഒരു പെയിൻ അത് നമ്മൾ ബെയർ ചെയ്യണം, അത് നമ്മൾ എന്തായാലും ചെയ്യണം, അത് ശരിയാക്കി എടുക്കാൻ. സോ എല്ലാവരും പറയും പയ്യെ ചെയ്തെടുക്കാമെന്ന് പറയും. എനിക്ക് 3 ആഴ്ച സമയം തന്നു. ബട്ട് വിത്തിൻ എ വീക്ക് ഞാൻ ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും ഞാൻ റിട്ടേൺ ചെയ്തെടുത്തു. കാരണം അറിയാം, അത് അങ്ങനെ ചെയ്താൽ മാത്രമേ അത് നമുക്ക് എന്തായാലും ആ വേദന ഞാൻ സഹിക്കണം. പിന്നെ അതൊരു 3 ദിവസം കൊണ്ട് ശരിയാക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ശരിയാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. നമ്മൾ ഇതിൻ്റെ ഒരു ചെലവിനെ കുറിച്ച് പറഞ്ഞല്ലോ, കാല് ആർട്ടിഫിഷ്യൽ ലിംബിൻ്റെ ഒരു ചെലവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരു സൗകര്യം ഇതിനായി ഒരുക്കുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, 20-25,000 അവൈലബിൾ ആണെന്ന്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അത് നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഹൈ എൻഡ് ആക്ടിവിറ്റീസ് നമുക്കത് പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ഓടുന്നതൊക്കെ പോട്ടെ, അതൊക്കെ അല്ലാണ്ട് നോർമൽ നമ്മൾ ഒരു മറ്റുള്ള ആളെ പോലെ നമ്മൾ ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സാധനം തന്നെ വാങ്ങിക്കണം. അതിന് ഇത്രയും ഒരു കോസ്റ്റ് വരും. ഒരു 2 lakhs മുതൽ അങ്ങോട്ടേക്ക് കിട്ടും നമുക്ക്. പിന്നെ അതിൻ്റെ നമ്മൾ ഈ ഫോണിൻ്റെയൊക്കെ ബ്രാൻഡ് വാല്യൂവിനനുസരിച്ച് മാറുന്നത് പോലെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് നമുക്ക് പൈസ കൂടി വരും. അപ്പോൾ സർക്കാർ തലത്തിൽ എൻ്റെ അറിവിൽ നിലവിൽ അതിനങ്ങനെ ഒരു സഹായമില്ല. ഈവൻ നമുക്കിത് ഇൻഷുറൻസ് പോലും ഇല്ല. ഇൻഷുർ ചെയ്യാനും പറ്റില്ല. നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ ഇൻഷുർ ചെയ്യാം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്. ഡാമേജ് ഇൻഷുറൻസ് പോലും ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വൺസ് ഇറ്റ്സ് ഗോൺ നമ്മൾ വീണ്ടും പുതിയൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ കണ്ടെത്തണം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒരു നോർമലായിട്ട് സാധാരണ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരു ലിവിങ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ എന്ന് പറയുന്നത്, ഒരു വൺസ് ഇൻ എ 2 year എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 50,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരാളുടെ ഒരു ഇയർലി ഏർണിംഗ് എന്ന് പറയുന്നത് 6 lakh ആണ്. അതിൽ ആ ഒരു വർഷത്തെ എക്സ്പെൻസും കൂടെ പോയി കഴിഞ്ഞാൽ എത്ര പോലെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 വർഷത്തിലൊരിക്കൽ ഈ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ നമ്മൾ ചിലവ് ചെയ്യണമെന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള ഒരു 50,000, നോർമൽ എന്നല്ല, ഒരു 50,000 റെഗുലർ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് തന്നെയാണ്. എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റണമെന്നുമില്ലല്ലോ. ഇല്ല. അപ്പം അത് തന്നെയാണ് ഞാനിപ്പോൾ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു 20-25 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും എൻ്റെ ജോലി തേടുന്ന സമയങ്ങളിലൊക്കെ. അല്ലെങ്കിൽ ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഞാൻ ജോലി വിട്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ജോലിക്കൊക്കെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് ഇത് തന്നെയാണ്. ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസും ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കുമല്ലോ എനിത്തിങ് മോർ, എന്തെങ്കിലും പറയാനുണ്ടോ. അപ്പം ഓഫ് കോഴ്സ് ഞാൻ ഏകദേശം ഒരു 10-12 വർഷം എക്സ്പീരിയൻസിൽ ചോദിച്ചാൽ ഞാൻ പറയും, ഇന്നുപോലെ ഞാൻ ഒരു ആംപ്യൂട്ടേറ്റഡ് ആണ്, ഐ എം കേരളാസ് ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ, മാരത്തൺ ഓടുന്നതാണ്, അതൊക്കെ പറയും. അപ്പോൾ അവർ പറയും ഓക്കെ വി വിൽ ഡിസ്കസ് ആൻഡ് വി വിൽ ഗെറ്റ് ബാക്ക് ടു യു. അത് പിന്നീട് ഒരു ഗെറ്റ് ബാക്ക് ഉണ്ടാവില്ല. അത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താലും കുറേയൊക്കെ ഇപ്പോഴും ബോധ്യപ്പെടാതിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റണം എന്നില്ല. ചിലവർ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാരുണ്ടാവും, ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഫുൾ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാർ, ഇവരുടെയൊക്കെ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ഇല്ലാത്തത്ര ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് ബെയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള
ചാലഞ്ചസ്, നമ്മളൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇങ്ങനെയുള്ള ചാലഞ്ചസ്, വി വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയും. അവിടെ നമ്മുടെ കഴിവുകളോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു കാര്യം പറയും. സോ അതിനകത്ത് ഞാൻ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതൊരു ചാലഞ്ചായിട്ട് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇത്രയും ഞാനിത് ചെയ്ത സ്ഥിതിക്ക് ഐ ക്യാൻ ഫേസ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഫേസ് ചെയ്യാൻ പറ്റാത്തത്ര ആൾക്കാരുണ്ടാവും ഈ സൊസൈറ്റിയിൽ. ഇപ്പോൾ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ആംപ്യൂട്ടേഷൻ നടക്കുന്ന സമയത്ത് വളരെ അപൂർവമായിരുന്നു ഈ ആംപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ബട്ട് ഇപ്പം വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടി, ഒരുപാട് ആൾക്കാരുണ്ട്, ആംപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത്, എനിക്ക് ആംപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. ഇപ്പം അതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് ആംപ്യൂട്ടേഷൻ നടക്കുന്നത്, ഒരുപാട് ആംപ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. പിന്നെ എത്ര ആൾക്കാർ, ഞാനിപ്പോഴും അതിൻ്റെ വേറൊരു നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഐ എം കേരളാസ് ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ. ഐ ബിക്കെയിം ദ ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ ഇൻ 2015 ഐ സ്റ്റാർട്ടഡ് റണ്ണിങ് മാരത്തോൺ. പക്ഷേ 2017 ഞാൻ കേരളത്തിലെ ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ ആയത്. സ്റ്റിൽ ഐ ആം ദ വൺ ആൻഡ് ഓൺലി ബ്ലേഡ് റണ്ണർ ഫ്രം കേരള. സോ യു ക്യാൻ ഇമാജിൻ എത്ര ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ട് എന്നുള്ളത്, എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ കോസ്റ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എത്ര സപ്പോർട്ട്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ സപ്പോർട്ട്. ഐ ട്രൈഡ് എ ലോട്ട്. ഞാൻ കുറേ ആൾക്കാർ, ഞാൻ 1-2 മാരത്തോൺസിൽ എൻ്റെ കൂടെ നോർമൽ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ നോർമൽ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടാണ്. ഞാൻ കാലിക്കറ്റ് ഒരു മാരത്തോൺ, IIMൻ്റെ കാലിക്കറ്റ് മാരത്തോണിൽ അവരുമായിട്ട് സംസാരിച്ച് അവർ നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു 10 പേരെ ഞാൻ ആ മാരത്തോണിൽ കൊണ്ടുവന്നായിരുന്നു കേരളത്തിൽ നിന്ന്, ആർട്ടിഫിഷ്യൽ ലിംബ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അവർക്ക് സപ്പോർട്ടില്ല. പിന്നീട് അങ്ങോട്ടേക്ക് എന്താ പറയുക, അവർ ചിന്തിക്കുന്ന ഇത് തന്നെയാണ്, ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് വെച്ച് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിന് ഒരു 4 ലക്ഷം രൂപ ചിലവ് ചെയ്തിട്ട് ഈ സാധനമാണ്. മറ്റേതാകുമ്പോൾ 2 വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടത് റൺ ചെയ്യുമ്പോൾ 1 വർഷത്തിൽ ചെയ്യേണ്ടി വരും. ദേ വോണ്ട് കം അപ്പ്. അവരെ കുറ്റം പറയാനും പറ്റില്ല. ബട്ട് ഇതൊക്കെയാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്.